ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ പശുക്കുട്ടികളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം നടന്നിരിക്കുകയാണ്. നമ്മളുടെ മണി പ്രസവിച്ചു. മണിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. മണിയുടെ പോലെ തന്നെയുള്ള മണിയുടെ ഒരു കുട്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത അതൊരു ആൺകുഞ്ഞാണ്, മെയിൽ കാഫാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും വെച്ചൂര് തന്നെയാണ്. അപ്പോൾ അവനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പ്രസവിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അവനെ പ്രസവിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ആളെല്ലാം ആക്റ്റീവൊക്കെയാണ്. ഇപ്പോൾ പാലുടിയെല്ലാം കഴിഞ്ഞ് അവനെ മണി നക്കി തോർത്തണം വിഷുവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ നല്ല ഉഷാറൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പാലൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ മണി വേറെ ഒരാളെ എൻ്റെ അടുത്തോട്ട് അടുപ്പിക്കില്ല. എന്നെ അല്ലാണ്ട് വേറെ ഒരാളെ കൊണ്ട് മണി അടുപ്പിക്കില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഉച്ചക്കാണ് മണി പ്രസവിച്ചത്. വേറെ പ്രോബ്ലമൊന്നും ഇല്ലാണ്ട് എല്ലാം സുഖമായിട്ട് കഴിഞ്ഞു. ആൾ തന്നെ പാലൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെക്കനെ കിട്ടി. അപ്പോൾ നമ്മൾ അവനെ വിളിക്കുന്നത് മണിക്കുട്ടൻ എന്നാണ്. മണിയുടെ മോൻ മണിക്കുട്ടൻ. ഇനി നമ്മളുടെ ഒന്നാമത്തെ വെള്ളപ്പശുക്കൾ, ഇത് അതിൻ്റെ കുട്ടിയാണ്, പശുക്കുട്ടി. അവൾ ഇപ്പോൾ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ടതിനെക്കാട്ടി അവൾ ഉഷാറായിട്ടില്ലേ. ഇനി നമുക്കുള്ള ബ്രീഡ് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അവർ പറഞ്ഞത് സഹിവാളാണ് കുത്തിവെച്ചതെന്നാണ് പറഞ്ഞത്. ഈ പശുവിന് സഹിവാൾ കുത്തിവെച്ചുണ്ടായ കുട്ടിയാണ് ആ പശുക്കിടാവെന്നാണ് പറഞ്ഞത്. ഇവൾ നമ്മളുടെ ഒന്ന് മേടിച്ച പശുവാണ്. മാട കൊമ്പ ആടുന്ന ടൈപ്പ് പശു. വെച്ചൂരിൻ്റെ തന്നെ, വെച്ചൂര് പ്യൂർ വെച്ചൂരല്ല, വെച്ചൂർ ചെറുവള്ളി ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട് അവൾ. അതും അവൾ 3 മാസം ചെനയുണ്ട് അവൾക്ക്. അവളുടെ മോളിപ്പോൾ ഏകദേശം അവൾക്ക് അത്രയും ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ല കുട്ടിയാണ്. നല്ല ഇപ്പോൾ അവൾക്കുള്ള ക്ഷീണമൊക്കെ മാറി അവൾ ഉഷാറായിട്ടുണ്ട്. നമ്മൾ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ തവിട്, പിന്നെ 2-3 തവിടിൻ്റെ മിക്സ് തവിട് നമുക്ക് കിട്ടും. അതായത് സോയ, അരിത്തവിട്, അങ്ങനെയുള്ളതിൻ്റെ അങ്ങനെ 3-4 ഐറ്റംസ് ഉണ്ടെന്നുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ മിക്സ് കിട്ടും. ഈ 2 ടൈപ്പ് സാധനം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇവർക്കൂടെ വെള്ളം കൊടുക്കുന്നത്. അത് നമ്മൾ കഞ്ഞിവെള്ളം ഒക്കെ കൊടുക്കും. ചോറ് കൊടുക്കാറില്ല, കഞ്ഞിവെള്ളം എല്ലാം കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം, പഴത്തൊലി, പച്ചക്കറി വേസ്റ്റ് അതെല്ലാം കൊടുക്കും. മാഷാ അല്ലാഹ് നമ്മൾ ഇവരെ കെട്ടാൻ വേണ്ടി പോവാണ്. രണ്ട് ഫാമിലീസും, വൈറ്റ് ഫാമിലിയും റെഡ് ഫാമിലിയും കൂടി പോവാണ് പറമ്പിലോട്ട്. നമ്മൾ തിന്നാൻ കെട്ടാൻ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് തിന്നാൻ കെട്ടാൻ കൊണ്ടുവന്ന വിഷുവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ പറമ്പിലോട്ട് നടന്നു പോവാണ്. ഇപ്പോൾ ഇതിൽ നമ്മുടെ മണിയും വെള്ളപ്പശുവും തമ്മിൽ ശത്രുക്കളാണ്. അത് തമ്മിൽ കണ്ടാൽ ഇടികൂടും കിടന്ന്. നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. വെള്ളപ്പശുവാണ് മണീനെ അടിക്കുന്നത്. മണിയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലെത്തി. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. വെള്ളപ്പശു ഒന്നുകൂടെ, വെള്ളപ്പശു മണിക്കിട്ട് നല്ല താങ്ങ് കൊടുക്കും. ഇതാണ് നമ്മളുടെ അമ്മിണി, ഗേറിൻ്റെ പശുവാണ്. അവൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ക്ഷീണമാണ്. അവൾക്ക് ദഹനക്കേട് അടിച്ചായിരുന്നു. അപ്പോൾ ഒരു നേരമൊക്കെ വെള്ളം കുടിക്കുകയുള്ളൂ. പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഒരു നേരം വെള്ളം കുടിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണം അവൾക്ക് കാണാനുണ്ട്. നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. റെഡിയായി വരുന്നേ ഉള്ളൂ ആൾ. കൈത്തീറ്റിന്, അതായത് തവിട് സംഭവമെല്ലാം നെല്ലൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ ക്ഷീണം പക്കിൻ്റെ എല്ലാം പൊന്തി നിൽക്കുവാണ് പെണ്ണിന്. എന്നാലും ആൾ കൊണ്ടുവന്നേ. ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു 8-9 മാസമായിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മാസം ചെനയുടെ അടുത്തായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതിൽ നമുക്ക് കിട്ടിയില്ല, ചെന പിടിച്ചില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്തില്ല, ചെന ഉണ്ടെന്നാണ് തോന്നണ കണ്ടിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് ദഹനക്കേട് അടിച്ച കാരണമാണ് ആ ക്ഷീണം. പക്ഷേ നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. വേറെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ചാട്ടവും കളിയും കൂടുതലാണെങ്കിലും എന്നോട് നല്ല ഫ്രണ്ട്ലിയാണ്. വീട്ടിലും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. ഇത്രയൊക്കെ നമ്മുടെ പശുവിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.